ഈ ബോഡി പെയിൻ്റെ തന്നെ അതേ സിംറ്റം ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഈ കാണുന്ന ആമവാദം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. എന്താണ് ഈ ബോഡി പെയിൻ, ആമവാദം? ഈ ആമവാദം എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്? അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമം എന്നുള്ളൊരു കണ്ടീഷനാണത്. ആമവാദം എന്ന് പറയുന്ന ഒരു റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്. ആമം എന്ന് പറയുന്നത് ടോക്സിൻസ് ആണ്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന, നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മെറ്റബോളിസം നടക്കാതെ വരുമ്പോൾ, ആക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോൾ അൺഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ ശരീരത്തിൽ ആമാവസ്ഥയിലേക്ക് വരുന്നത്. അതാണ് നമ്മളൊരു ലോങ് ടൈമിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് വരുന്നത്. അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റി വേണം. രാവിലെയും വൈകുന്നേരവും ഈ പറയുന്ന പോലെ രീതിയിൽ ഇടയ്ക്ക് ഒരു ജോലി, എന്ത് ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇരുന്നുള്ള ജോലിയാണെങ്കിൽ വിത്തിൻ ഒരു 60 മിനിറ്റ്സിനുള്ളിൽ ഒന്ന് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ബോഡിയിൽ ഒരു മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ചെയറിൽ തന്നെ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നല്ലതായിരുന്നു. അതേപോലെ ഒരു ബോഡി പെയിൻ ഹെവിനെസ് വരുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക. എസ്പെഷ്യലി ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ്. ഫുൾ വെള്ളം ചൂടുവെള്ളം, അല്ലെങ്കിൽ കുടിക്കുന്ന 2 ലിറ്റർ വെള്ളം ചൂടുവെള്ളം വേണമെന്നുള്ളതല്ല, അത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 കിലോമീറ്റർ 30 to 40 മിനിറ്റ്സ് നടക്കുക എന്നുള്ളതാണ്. പിന്നെ ഡിന്നർ, അത്താഴം, അത് വളരെ ലൈറ്റ്. ഇങ്ങനെയുള്ള ജോലിയുള്ളവർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നേരെ തിരിച്ചാണ് കണ്ടുവരുന്നത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഡിന്നർ കഴിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി. എന്നാൽ അവർക്ക് ഒരു പരിധി വരെ ഈ ഒരു ആമാവസ്ഥ, ഈ ഒരു ടോക്സിൻസിനെ ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു ബോഡി പെയിൻ, സ്റ്റിഫ്നെസ് എല്ലാം തന്നെ അതിനകത്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.